നമുക്ക് പ്ലേ കാർഡ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. പലർക്കും പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ പ്ലേ കാർഡ്സിന്റെ. പ്രോബബിലിറ്റി എന്നൊരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ പ്ലേ കാർഡ്സിനെ ഡക്ക് ഓഫ് കാർഡ്സ് എന്നാണ് വിളിക്കുക. ഡക്ക് ഓഫ് കാർഡ്സ്. നമുക്ക് അതിൽ മൊത്തം 52 പ്ലേ കാർഡ്സ് ഉണ്ട്. ഒരു ഡക്ക് ഓഫ് കാർഡ്സിൽ 52 പ്ലേ കാർഡ്സ് ഉണ്ട്. നമ്മൾ ഈ 52 പ്ലേ കാർഡ്സിനെ കളറിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ 26 റെഡ് കാർഡ്സും ഉണ്ട്, 26 ബ്ലാക്ക് കാർഡ്സും ഉണ്ട്. കളറിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ ടോട്ടൽ 26 റെഡ് കാർഡ്സും 26 ബ്ലാക്ക് കാർഡ്സും. ഇനി 26ല് 13 വീതമുള്ള 2 സ്യൂട്ട് ഉണ്ട്. 26 റെഡിലും ഉണ്ട്, 26 ബ്ലാക്കിലും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഈ 52 കാർഡ്സിനെ 4 സ്യൂട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 സ്യൂട്ട്. അത് ഓർത്തിരിക്കൊരു കോഡ് ഉണ്ട്, HDSC. ഈ HDSC എന്നുള്ളത് സ്യൂട്ടാണ്. അപ്പൊ 4 സ്യൂട്ട് ഉണ്ട്. 4 സ്യൂട്ടിന്റെ പേരെന്താ? HDSC. H എന്താ? H ഫോർ ഹാർട്ട്. H എന്താ? ഹാർട്ട്. H ഹാർട്ട്. ഇതെന്താ? ഡയമണ്ട്. ഇതെന്താ? ഡയമണ്ട്. ഇനി ഇതെന്താണ്? സ്പേഡ്. S ഫോർ സ്പേഡ്. C എന്താ? C ഫോർ ക്ലബ്. ഇതാണ് ഈ 4 സ്യൂട്ടിന്റെ പേര്. ഇതില് Hഉം Dയും, അതായത് ഹാർട്ടും ഡയമണ്ടും റെഡ് കാർഡാണ്. റെഡാണ്, രണ്ടും റെഡാണ്. സ്പേഡും ക്ലബും രണ്ടും ബ്ലാക്ക് ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്കിവിടെ ഇത് മൊത്തം 26ഉം ഇത് മൊത്തം 26ഉം അങ്ങനെ കിട്ടിയത്. ഇനി നോക്ക്, നമ്മുടെ കയ്യിൽ ഈ ഒരു സ്യൂട്ട് എടുക്കുക. ഒരു സിംഗിൾ സ്യൂട്ട് എടുത്തു. നമ്മൾ ഹാർട്ട് എന്നുള്ള സ്യൂട്ട് എടുത്തു. ഈ ഹാർട്ടില് നമ്പർ എഴുതിയിട്ടുണ്ട്. 2, 3, 4 അങ്ങനെ നമ്പർ 10 വരെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ടോട്ടൽ നമ്പർ 9 എണ്ണം ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം. ഈ 9 എണ്ണത്തിനെ വിളിക്കുന്ന പേര് സ്പോർട്ട് കാർഡ് എന്നാണ്. നമ്പർ എഴുതിയിട്ടുള്ള കാർഡ്സിനെ വിളിക്കുന്ന പേര് സ്പോർട്ട് കാർഡ്. അത് ഓരോ സ്യൂട്ടിലും ഉണ്ട്. എല്ലാ സ്യൂട്ടിലും നമ്മുടെ കയ്യിൽ 9 സ്പോർട്ട് കാർഡ് ഉണ്ട്. ഇനി 13 എണ്ണത്തിൽ ബാക്കി 4 എണ്ണം. ഈ ബാക്കി 4 എണ്ണം നെയിം ഉണ്ടാവും. കിങ്, ക്യൂൻ, ജാക്ക്, ഏസ്. ഈ 4 എണ്ണത്തിന് വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്. ഫേസ് കാർഡ്. അപ്പൊ ഒരു സ്യൂട്ടില് 9 സ്പോർട്ട് കാർഡും ഉണ്ട്, 4 ഫേസ് കാർഡ്. അല്ലെ? 9 സ്പോർട്ട് കാർഡ്, 4 ഫേസ് കാർഡ്, മൊത്തം 13 കാർഡ്സ്. അങ്ങനെ ഓരോ സ്യൂട്ടിലും 13 എണ്ണം വീതമുണ്ട്. ഓക്കെ. അപ്പൊ ഒരു സ്യൂട്ടില് എത്ര ഫേസ് കാർഡാണ്? 4 ഫേസ് കാർഡ്, 9 സ്പോർട്ട് കാർഡ്. ഇനി നിങ്ങൾ നോക്കി നോക്കൂ, ഇതിൽ ഈ നമ്മൾ ഔട്ട് ഓഫ് 52 എടുക്കുകയാണ്. ഈ ഔട്ട് ഓഫ് 52ല് എത്ര 2 നമ്പർ എഴുതിയ സ്പോർട്ട് കാർഡ് ഉണ്ട് ഔട്ട് ഓഫ് 52ല്? അപ്പൊ 1, 2, 3, 4 ഓരോ സ്യൂട്ടിലും ഓരോന്നുണ്ടെങ്കിൽ മൊത്തം 4. അങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കിയാൽ നോക്ക്, കണ്ടോ, ഇത്രയും നമ്പർ സ്പോർട്ട് കാർഡ് എത്ര? മൊത്തം 4 എണ്ണം. അങ്ങനെ എല്ലാ സ്പോർട്ട് കാർഡും 4 എണ്ണം വീതമുണ്ട്. കിങ് എത്ര? ഓരോ സ്യൂട്ടിലും ഓരോ കിങ്, 4 കിങ്. ക്യൂൻ ഓൾസോ 4, ജാക്ക് ഓൾസോ 4, ഏസ് ഓൾസോ 4. അപ്പൊ മൊത്തം 52 ഔട്ട് ഓഫ് 52 കാർഡ്സില് 4 കിങ്, 4 ക്യൂൻ, 4 ജാക്ക്, 4 ഏസ്. അപ്പൊ ഇങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത്. ഇനി നമ്മളോട് പ്രോബബിലിറ്റി ചോദിക്കുന്ന സമയത്ത് പല ടൈപ്പിൽ ചോദിക്കും. സിമ്പിൾ ആയിട്ട് പറയാം. റെഡ് കാർഡ്, നമ്മൾ ഇതിന്ന് റാൻഡം ആയിട്ട് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അത് റെഡ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി. റെഡ് കാർഡ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? എത്ര റെഡ് കാർഡ് ഉണ്ട്? എത്രയാ? 26. ആണോ? റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 26. ഇനി ഇതിൽ ഔട്ട് ഓഫ് എത്ര കാർഡ് ഉണ്ട്? 52. അപ്പൊ റെഡ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 26 ഡിവൈഡ് ബൈ 52. ഇനി പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ബ്ലാക്ക് കാർഡ് ആണെങ്കിലോ എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ട്? 26. ഔട്ട് ഓഫ് എത്ര കാർഡ് ഉണ്ട്? 52. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എത്രയാ? 26 ഡിവൈഡ് ബൈ 52. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അതിനെ കട്ട് ഷോർട്ട് ചെയ്ത് റേഷ്യോ ആക്കണം. ഇനി അപ്പൊ നമ്മൾ റെഡും ബ്ലാക്കും എഴുതി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എത്ര റെഡ് ഫേസ് കാർഡ് ഉണ്ട്? റെഡ് ഫേസ് കാർഡിന്റെ പ്രോബബിലിറ്റി ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. റെഡ് ഫേസ് കാർഡിന്റെ പ്രോബബിലിറ്റി. അപ്പൊ ആലോചിച്ച് നോക്ക്, ഫേസ് കാർഡ് പറഞ്ഞ ആരൊക്കെയാ? കിങ്, ക്യൂൻ, ജാക്ക്, ഏസ്. അത് റെഡ് എത്ര? ഈ സ്യൂട്ടിലും ഹാർട്ട് എന്ന സ്യൂട്ടിലും 4 എണ്ണം ഉണ്ട്. പിന്നെ എന്തിലുള്ളത്? ഡയമണ്ട് എന്നുള്ള സ്യൂട്ടിലും 4 ഉണ്ട്. അപ്പൊ മൊത്തം എത്ര നോക്കൂ? 4, 4, 8 റെഡ് ഫേസ് കാർഡ് ഉണ്ട്. 8 റെഡ് ഫേസ് കാർഡ് ഔട്ട് ഓഫ് 52ലാണ്. അപ്പൊ ഇതിന്ന് റാൻഡം ആയിട്ട് ഒന്ന് എടുത്താൽ അത് റെഡ് ഫേസ് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 8/52.
ഇതേപോലെ തന്നെ ആരുണ്ട്, ബ്ലാക്ക് ഫേസ് കാർഡും ഉണ്ട്. ബ്ലാക്ക് ഫേസ് കാർഡ് എത്ര നോക്കൂ, 4 മൊത്തം 8. അപ്പൊ നോക്ക്, ഇവിടെ നമ്മൾ പറഞ്ഞു റെഡ് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റി 26/52. എന്നാൽ റെഡ് ഫേസ് കാർഡ് ആവാനോ 8/52. ഇനി ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഔട്ട് ഓഫ് 52 ഒരു കാർഡ് എടുത്താൽ അത് ഫേസ് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റി. അപ്പൊ നമ്മൾ എണ്ണി നോക്കണം, ഈ ഔട്ട് ഓഫ് 50 എത്ര ഫേസ് കാർഡ് ഉണ്ട്. നമുക്ക് ഇവിടെ 4 ഔട്ട് ഓഫ് 52 പറയുന്നത്, മൊത്തം എത്ര ഫേസ് കാർഡ് ഉണ്ട്, ഇതിൽ 4, ഇതിൽ 4, ഇതിൽ 4, ഇതിൽ 4. അപ്പൊ എത്ര എണ്ണായി, 16. കണ്ടോ, ഫേസ് കാർഡ് മാത്രം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്, 16/50, 52 അല്ലെ, 16/52. ക്ലിയർ ആയി. ഇനി നോക്ക്, സ്പോർട്ട് കാർഡ് മാത്രം ചോദിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നോൺ ഫേസ് ചോദിക്കണം, അങ്ങനെ ചോദിക്കാലോ. സ്പോർട്ട് കാർഡ് അഥവാ നോൺ ഫേസ് ചോദിച്ചാലോ, നോൺ ഫേസ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, ഫേസ് കാർഡ് അല്ലാത്തതെല്ലാം നോൺ ഫേസ് ആണ്. ഫേസ് കാർഡ് എത്ര, 16. അപ്പൊ നോൺ ഫേസ് കാർഡ് എത്രയായിരിക്കും, ഇനിയൊക്കെ എത്ര ഫേസ് കാർഡ്, നോൺ ഫേസ് കാർഡ് എത്ര ഉണ്ട്, 4 ഫേസ് കാർഡ് ആണെങ്കിൽ 9 നോൺ ഫേസ് കാർഡ്. ഈ നോൺ ഫേസ് കാർഡ് പറഞ്ഞാൽ എന്താ, ഫേസ് കാർഡ് അല്ലാത്തത് എന്ന് വെച്ചാൽ സ്പോർട്ട് കാർഡ്. സ്പോർട്ട് കാർഡ് എത്രണ്ണാണ്, 4 വരും സ്പോർട്ട് കാർഡ്. അപ്പൊ 36 വരും അല്ലെ, 36 നോൺ ഫേസ് കാർഡ് വരും. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഒരു കാർഡ് റാൻഡം ആയി എടുത്താൽ അത് നോൺ ഫേസ് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റി എത്ര. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, എത്ര നോൺ ഫേസ് കാർഡ് ഉണ്ട്, എത്ര ഓരോ സ്യൂട്ടിലും 9 വെച്ച് 9, 9, 9, 9 എത്ര വരും, 36 അല്ലെ, 36/52. കണ്ടോ, അപ്പൊ നോൺ ഫേസ് കാർഡ് നമ്മൾ എഴുതി. കണ്ടോ, അപ്പൊ ഇങ്ങനെ നമുക്ക് പല ടൈപ്പില് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഞാൻ അതിന്റെ 2-3 ചോദ്യങ്ങൾ കൂടി നമുക്ക് ഇതുപോലെ പഠിക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഓരോ സ്യൂട്ട് എന്താണ്, റെഡ് എവിടെയാണ്, ഫേസ് എന്താന്നൊക്കെ ഉള്ളൊരു ക്ലിയർ പിക്ചർ ആദ്യം മനസ്സിലുണ്ടാവണം. ഇത് കിട്ടിയാൽ നമുക്ക് ഏത് റേഷ്യോ എഴുതാൻ പറ്റും, നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.